നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഇതാ ട്രംപിൻ്റെ ആണവ ബോംബ്. ആഗോളതലത്തിലെ ഏറ്റവും മോശം കുറ്റവാളികൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ട്രംപ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര വ്യാപാരക്രമത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിനാണ് ഇപ്പോൾ ട്രംപ് പുറപ്പെട്ടിരിക്കുന്നത്. US-ലേക്ക് പ്രവേശിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഇനി പുതിയ ഇറക്കുമതി തീരുവകൾ. അമേരിക്കയ്ക്ക് നേരെ അന്യായമായ വ്യാപാര നയങ്ങളാണ് ലോകരാജ്യങ്ങൾ പിന്തുടരുന്നത് എന്ന് ട്രംപ് തുറന്നടിച്ചു. ബുധനാഴ്ച വൈറ്റ് ഹൗസിൽ ശക്തമായ പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. വ്യാപാര തടസ്സങ്ങളും ഉയർന്ന ടാരിഫുകളും ഏർപ്പെടുത്തി രാജ്യങ്ങൾ US-ന് മുതലെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അമേരിക്കയെ അടുത്തും അകലെയുമുള്ള രാഷ്ട്രങ്ങൾ, മിത്രങ്ങളും ശത്രുക്കളും ഒരുപോലെ കൊള്ളയടിച്ചു. അവർ ഞങ്ങളെ ബലാത്സംഗം ചെയ്തു. ഇത് ഞങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ന് നമ്മൾ അമേരിക്കൻ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. നമ്മൾ ഒടുവിൽ അമേരിക്കയെ ഒന്നാമതെത്തിക്കും. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത വ്യാപാര പങ്കാളികളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പുതിയ മാറ്റങ്ങൾ ഒരു മാറ്റവും വരുത്തില്ല എന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു. എന്നാൽ മറ്റ് സഖ്യകക്ഷികൾ പുതിയ ടാരിഫുകൾ ഇനി നേരിടേണ്ടി വരും. അതിൽ UK-ക്ക് 10%, യൂറോപ്യൻ യൂണിയന് 20% ഉൾപ്പെടുമെന്ന് ട്രംപ് പറഞ്ഞു. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള 20% ലെവിക്ക് പുറമെ ഇനി 34% പുതിയ തീരുവ. ഇവ കൂടി ഏർപ്പെടുത്തുന്നതോടെ മൊത്തം തീരുവ കുറഞ്ഞത് 54% ഉയരും. ജപ്പാനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 24%, ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 26%. ഇന്ത്യയും ചൈനയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ഇരട്ടി തീരുവയാണ് ചൈനയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. വിയറ്റ്നാമിൽ നിന്നും കംബോഡിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് യഥാക്രമം 46%, 49%. വളരെ ചെറിയ രാജ്യങ്ങൾക്ക് പോലും ഉയർന്ന ലെവി. ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ ലെസോത്തോയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തും. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളോടുമുള്ള എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ പ്രതികാരം ചെയ്യരുതെന്നാണ്. നിങ്ങൾ ശാന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കൂ. കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് നമുക്ക് നോക്കാം. കാരണം നിങ്ങൾ പ്രതികാരം ചെയ്താൽ സംഘർഷം രൂക്ഷമാകും. ട്രംപിൻ്റെ വാക്കുകൾ. നിങ്ങൾ പ്രതികാരം ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും വാട്ടർമാർക്ക്. എന്നാൽ ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തിരിച്ചടി തീരുവ ഏത് തലങ്ങളിൽ അമേരിക്കയെ ബാധിക്കും? ഇത് അമേരിക്കയിൽ വസ്ത്രങ്ങൾ, യൂറോപ്യൻ വൈൻ, സൈക്കിളുകൾ, കളിപ്പാട്ടങ്ങൾ, ആയിരക്കണക്കിന് മറ്റു വസ്തുക്കൾ എന്നിവയുടെ വൻ വിലവർദ്ധനവിന് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. പല രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ട്രംപ് താൻ പ്രഖ്യാപിച്ച നടപടികളെ പരസ്പരമെന്ന് വിശേഷിപ്പിച്ചു. ഉയർന്ന വ്യാപാര അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്ന് അദ്ദേഹം പറയുന്ന മറ്റു രാജ്യങ്ങളുടെ നയങ്ങൾക്കുള്ള പ്രതികാരമാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നതും. അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ പകരം തീരുവയാണ് ഇപ്പോൾ US പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരിച്ചടി തീരുവ. വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരത്തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. US വ്യാവസായിക ശക്തിയുടെ പുനർജന്മമാകും പുതിയ തീരുവ പ്രഖ്യാപനമെന്ന് US ഒരിക്കൽ കൂടി സമ്പന്നമാകുമെന്നും ട്രംപ് പറയുന്നു. വിദേശികൾ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു, ജോലി അവസരങ്ങൾ തട്ടിയെടുത്തു. ഇനി അത് അനുവദിച്ചു കൊടുക്കില്ല. നമ്മളോട് ചെയ്യുന്നത് പോലെ നമ്മൾ തിരിച്ചും ചെയ്യും. തിരിച്ചടി തീരുവ ആ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തും. US മഹത്തരമാകും. നമ്മുടെ ജോലി അവസരങ്ങൾ തിരിച്ചു വരും. വിദേശ വ്യാപാര പ്രതിസന്ധികൾ മറികടക്കും. US-ൻ്റെ സുവർണ്ണ നാളുകൾ തിരിച്ചു വരുമെന്ന് ട്രംപ്. ചൈന 67% US-നെതിരെ ഇറക്കുമതി തീരുവ ചുമത്തുന്നത്. എന്നാൽ 34% എന്ന കുറഞ്ഞ തീരുവ, പകരം തീരുവ മാത്രമാണ് ഇപ്പോൾ US ചൈനയ്ക്ക് മേൽ ചുമത്തുക. യൂറോപ്യൻ യൂണിയനുമായി നമുക്ക് സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ 20% പകരത്തീരുവ. വിയറ്റ്നാമികളെ എനിക്കിഷ്ടമാണ്. 46% പകരത്തീരുവ. വിയറ്റ്നാമിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് 46%. ജപ്പാൻകാരെ ഞാൻ കുറ്റം പറയില്ല. അവർക്കും 24% പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ, അവിടുത്തെ പ്രധാനമന്ത്രി കുറച്ച് നാളുകൾക്ക് മുൻപാണ് എന്നെ സന്ദർശിച്ചത്. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്നാൽ 52% തീരുവയാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത്.
പക്ഷേ അവർക്ക് 26% എന്ന ഡിസ്കൗണ്ട് തീരുവ പ്രഖ്യാപിക്കുന്നു. US-ലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും ഇനി കുറഞ്ഞത് 10% തീരുവയും ഏർപ്പെടുത്തിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളെ ദ്രോഹിക്കുന്നുവെന്നാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഏപ്രിൽ 2-നകം ഇറക്കുമതി തീരുവ പിൻവലിച്ചില്ല എങ്കിൽ പകരം തീരുവ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ പണം കൊണ്ട് മറ്റ് രാജ്യങ്ങൾ സമ്പന്നമായി. പുതിയ നടപടിയിലൂടെ രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ വരുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പകരം തീരുവ സംബന്ധിച്ച ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. US ശരാശരി 10% നിരക്കിൽ തീരുവ ഏർപ്പെടുത്തിയാൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ $600 കോടി, ഏകദേശം 51,600 കോടി രൂപയോളം ഇടിവാണുണ്ടാകുക. അപ്പോൾ പിന്നെ 25% ഉയർത്തിയാൽ ഇന്ത്യയുടെ സ്ഥിതി. ഇപ്പോഴിതാ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് മേൽ 26%. വസ്ത്രങ്ങൾ, ഔഷധങ്ങൾ, ആഭരണങ്ങൾ, വാഹനാനുബന്ധ ഘടകങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാതാക്കൾക്കാണ് വലിയ തോതിൽ ആഘാതം സംഭവിക്കുക. ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള എല്ലാ സാധനങ്ങൾക്കും 25% തീരുവയും കനേഡിയൻ ഊർജ്ജത്തിനും ചൈനീസ് സാധനങ്ങൾക്കും 10% തീരുവയും ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു. ഫെബ്രുവരി 3-ന് അതിർത്തി സുരക്ഷാ കരാറുകൾ കർശനമാക്കിയതിനെ തുടർന്ന് കനേഡിയൻ, മെക്സിക്കൻ ടാരിഫുകളിൽ 1 മാസത്തെ കാലതാമസം അനുവദിച്ചു. ഫെബ്രുവരി 13, ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ന്യായവും പരസ്പരവുമായ പദ്ധതി ട്രംപ് പ്രഖ്യാപിക്കുന്നു. മാർച്ച് 4-ന് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് തീരുവ പ്രാബല്യത്തിൽ വന്നു. ചൈനീസ് ഇറക്കുമതിക്ക് 10% അധിക തീരുവയും. എന്താണ് തിരിച്ചടി തീരുവ എന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. 60-ലധികം രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പരസ്പര തീരുവകളുടെ വിശദമായ ഒരു പട്ടിക ഇപ്പോൾ അമേരിക്ക പുറത്തിറക്കിയിരിക്കുന്നു. വ്യാപാര അസന്തുലിതാവസ്ഥ ചെറുക്കുന്നതിനും US ഉൽപ്പന്നം പുനഃസ്ഥാപിക്കുന്നതിനും ഈ നീക്കം ആവശ്യമാണെന്നാണ് ട്രംപ് വാദിക്കുന്നത്. 5 പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം അടുത്തുള്ളതും അകലെയുള്ളതുമായ രാഷ്ട്രങ്ങളാൽ കൊള്ളയടിക്കപ്പെടുന്നു. $1.2 ട്രില്യൺ വ്യാപാര അസന്തുലിതാവസ്ഥ US കുറയ്ക്കുന്നത് വരെ പുതിയ നിരക്കുകൾ നിലനിൽക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. UK, ഓസ്ട്രേലിയ, ബ്രസീൽ എന്നിവയുൾപ്പെടെ US-ഉമായി ഗണ്യമായ വ്യാപാര മെച്ചമുള്ളതും എന്നാൽ ഔപചാരിക താരിഫ് നിരക്കുകൾ കുറവുള്ളതുമായ ചില രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്ക് പ്രത്യേക ടാരിഫുകൾ ഏർപ്പെടുത്തുന്നതും ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 2024-ൽ US-ന്റെ മൊത്തം വ്യാപാര കമ്മി $918.4 ബില്യൺ ആയിരുന്നു. ഇതിൽ ഏറ്റവും വലിയ വിടവ് ചൈനയുമായി $295.4 ബില്യൺ, യൂറോപ്യൻ യൂണിയനുമായി $235.6 ബില്യൺ, മെക്സിക്കോയുമായി $171.8 ബില്യൺ, വിയറ്റ്നാമുമായി $123.5 ബില്യൺ. ഇപ്പോൾ വിയറ്റ്നാമിനെതിരെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത ടാരിഫാണ്. അതുകൊണ്ട് തന്നെ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായി വലിയ മാന്ദ്യത്തിലേക്ക് പതിക്കും. താരിഫുകളുടെ ആഘാതം US-ൽ ഒരു മാന്ദ്യത്തിന് കാരണമാകുമോ എന്നീ ആശങ്ക പരക്കെയുണ്ട്. എന്നാൽ താരിഫുകൾ 3 മാസമോ അതിൽ കൂടുതലോ കാലം നിലനിൽക്കുന്നു എങ്കിൽ 2025-ൽ US സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയുണ്ടാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ടാരിഫുകൾ US ഉപഭോക്താക്കൾക്ക് ഉയർന്ന വിലയ്ക്ക് കാരണമാകുമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്ക് ഈ ഭാരം കൂടുതൽ ഭാരമായി ഭവിക്കും. അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ശമ്പളത്തിന്റെ വലിയൊരു പങ്ക് അവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിനായി ഇനി നീക്കിവെക്കേണ്ടി വരും. പാൻഡമിക്കിന് ശേഷം പണപ്പെരുപ്പം ഉയർന്നപ്പോൾ അമേരിക്കയിലെ താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഊർജ്ജവിലയിലെ 25% വർധനവ് 30% അനുഭവപ്പെട്ടിരുന്നു. പരസ്പര ടാരിഫുകൾ ഉയർത്തി ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് ലോകം പതിക്കുമോ? ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത് അതിശക്തമായ ഒരു പോരാട്ടമുഖമാണ്. തിരിച്ചടി തീരുവയിൽ ഇപ്പോൾ അമേരിക്കയുടെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.